അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന സാമ്പത്തിക ക്രമക്കേടുകൾ രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുന്നു. ക്ഷേത്രത്തിന്റെ പേരിൽ നടന്നത് രാജ്യത്തെ ഏറ്റവും വലിയ അമ്പലക്കൊള്ളയാണെന്ന ഗുരുതര ആരോപണവുമായി എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. രംഗത്തെത്തി. വിഷയത്തിൽ സുപ്രീംകോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഉന്നതതല സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ക്ഷേത്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനായിരുന്നിട്ടും കോടികളുടെ തട്ടിപ്പ് പുറത്തുവന്നപ്പോൾ താഴെത്തട്ടിലുള്ള ജീവനക്കാരെ മാത്രം പ്രതികളാക്കി യഥാർത്ഥ വമ്പന്മാരെ സംരക്ഷിക്കാനാണ് കേന്ദ്രവും ബിജെപിയും ശ്രമിക്കുന്നതെന്ന് കെ.സി. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. 30 വർഷമായി അയോധ്യയെ രാഷ്ട്രീയ ആയുധമാക്കിയവർ ഭക്തരുടെ വികാരത്തെ ബാധിച്ച ഈ വൻകൊള്ളയിൽ ഇപ്പോൾ മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇ.ഡി. അന്വേഷണത്തിന് സാധ്യതയേറുന്നു. അതേസമയം കേസിൽ അറസ്റ്റിലായ പ്രതികൾക്കെല്ലാം വരുമാനത്തിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫ് ഇ.ഡി. അന്വേഷണത്തിന് സാധ്യതയേറിയിരിക്കുകയാണ്. പ്രതികളുടെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് ഭൂമി ഇടപാടുകൾ പരിശോധിച്ച പോലീസ് സംഘത്തിന് അനധികൃത സ്വത്തുസമ്പാദനത്തിന്റെ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തുടർ നടപടികൾക്കായി പോലീസ് തന്നെ ഇ.ഡി. അന്വേഷണം ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന. പ്രതികളായ അവിനാശ് ശുക്ലയുടെ വീട്ടിൽ നിന്ന് 20 ലക്ഷം രൂപയും കരുണേഷ് പാണ്ഡെയിൽ നിന്ന് 18 ലക്ഷവും അനുകൽപ് മിശ്രയിൽ നിന്ന് 16 ലക്ഷവും ഉൾപ്പെടെ വൻ തുകയാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇതിനു പുറമെ സ്വർണവും വെള്ളിയും രാംരാജ്യ ഘോഷ് എന്നെഴുതി QR കോഡ് പതിപ്പിച്ച വ്യാജ സംഭാവന പെട്ടിയും അവിനാശ് ശുക്ലയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ട്രസ്റ്റ് അംഗത്തിനെതിരെയും ഗുരുതര ആരോപണം. തട്ടിപ്പിന്റെ വേരുകൾ ട്രസ്റ്റിന്റെ ഉന്നതരിലേക്കും നീളുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജീവനക്കാരെ നിയമിച്ചതിലും ക്ഷേത്രത്തിലേക്ക് സാധനങ്ങൾ വാങ്ങിയതിലും ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര വൻതോതിൽ കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണം ഉയർന്നുകഴിഞ്ഞു. 100 രൂപയിൽ താഴെ വിലയുള്ള ചൂൽ 1000-ലേറെ രൂപയ്ക്കാണ് ക്ഷേത്രത്തിലേക്ക് വാങ്ങിയതെന്ന് ജീവനക്കാരിൽ ഒരാൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തപ്പോൾ മുഖ്യ യജമാനനായിരുന്ന അനിൽ മിശ്രയുടെ ആസ്തി ട്രസ്റ്റിയായ ശേഷം കുത്തനെ ഉയർന്നതായാണ് വിവരം. നിലവിൽ അറസ്റ്റിലായവരിൽ ഇയാളുടെ ബന്ധുക്കളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. താഴെത്തട്ടിലുള്ളവരിൽ മാത്രം അന്വേഷണം ഒതുങ്ങുമോ അതോ വമ്പന്മാരിലേക്ക് നിയമത്തിന്റെ കൈകൾ നീളുമോ എന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.